വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ആർ ഗെമർ ഗൈസ്. അപ്പോൾ നമ്മളത് പിന്നെ വന്നൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ IBD 3യിൽ പിന്നെ ഒരു അപ്ഡേറ്റ് വീഡിയോ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അത് കാണുക. ആദ്യത്തെ അപ്ഡേറ്റ് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ മാസ്ക് ആണ്. മാസ്ക് എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊന്നല്ലേ ഉള്ളൂ എന്ന്. അല്ല ഗൈസ്, അത് നമുക്ക് കുറേ വന്നിട്ടുണ്ട്. കുറേ ഉണ്ടില്ല. ഡ്രാഗണിൻ്റെ ഉണ്ട്, കാള, അങ്ങനെ കുറേ ഉണ്ട്. ആന, പട്ടി, വേറെ കുറേ ഉണ്ട്. അയ്യോ ഷോർട്സ് ആയിപ്പോയി. ഇങ്ങനെ കുറേ ഉണ്ട്. ഇതാണ് സാധാ. ഇപ്പോൾ ഡ്രാഗൺ, ആന, പട്ടി, പലതും. അപ്പം ഞാൻ ഇപ്പം ആന വച്ചിട്ട് ഞാൻ ഒന്ന് ഡ്രോൺ എടുത്തിട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. എങ്ങനെയാണ് ആനയെ ചെയ്തേക്കുന്നതെന്ന് കാണിച്ചു തരാം. DONN ഡ്രോൺ. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് കാണിച്ചു തരാം ഞാൻ. അയ്യോ കറക്റ്റ് ആനേനെ ഒട്ടിച്ച് വെച്ചേക്കുന്നു. പക്ഷെ മറ്റേ കൊമ്പ് മാത്രം കുറച്ച് നീളം കൂടിപ്പോയി. അയ്യോ കൊമ്പ് ഇവിടെ അതാണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ആനയുടെ മാസ്കിൻ്റെ റിയാലിറ്റി. അപ്പം നമുക്ക് ഇതെന്തിനും ഇട്ടേക്കുന്നത് ഞാൻ ഇതൊന്ന് മാറ്റിയാക്കിട്ട് ഗൈസ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് പേരറിയാത്ത കുറേ സാധനങ്ങളുണ്ട്. പിന്നെ കുറേ ചീറ്റ് കോഡൊക്കെ വന്നിട്ടുണ്ട്. അവസാനത്തെ അല്ല, രണ്ടാമത്തെ ചീറ്റ് കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗൈസ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചീറ്റ് കോഡാണ് അടുത്തല്ല, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്തത് രണ്ടാമത്തെ ചീറ്റ് കോഡ്. ഇതിപ്പോൾ ഒന്നാമത്തെ ചീറ്റ് കോഡ് ഞാൻ കാണിച്ചു തരാം. 4, 6, പിന്നെ 8 ഇത്രയേ ഉള്ളൂ. ഒരു ടാറ്റയുടെ വണ്ടിയാണ് ഗൈസ്. നമുക്കിതിനകത്ത് കളറൊക്കെ മാറ്റാൻ പറ്റും, എല്ലാം മോഡിഫൈ ചെയ്യാൻ പറ്റും. ചിലതിൽ വീലൊന്നും കിട്ടാറില്ല. വീലും പിന്നെ കുറേ കാര്യങ്ങൾ, വീലിൻ്റെ ലൈറ്റ് അതൊക്കെ ഒന്നും കിട്ടാറില്ല. പക്ഷേ ഇതിനകത്തത് കിട്ടും. പിന്നെ നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റും. വണ്ടി നല്ലതാണ്, ഓടിക്കുന്നതെല്ലാം അല്ല മറ്റേ പണ്ടത്തെ സ്പീഡൊക്കെ തന്നെ. പണ്ടത്തെ സ്പീഡെന്ന് വെച്ചാൽ പണ്ടത്തെ സ്പീഡില്ല, അങ്ങനെയല്ല, മനസ്സിലായല്ലോ. ഇത് തന്നെ. പിന്നെ ഈ വരുന്ന ചീറ്റ് കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തിനെന്ന് വെച്ചാൽ ഈ ചീറ്റ് കോഡാണ് നമ്മുടെ മിലിറ്ററി ഹെലികോപ്റ്ററിൻ്റെ 1881 ചീറ്റ് കോഡ് അതാണ്. പിന്നെ ഇതിനകത്ത് നമ്മുടെ റോക്കറ്റൊക്കെ ഇരിക്കാൻ പറ്റും, അതൊക്കെ വിടാൻ പറ്റും നമുക്ക്. അത് വിടണമെങ്കിൽ നമ്മുടെ മറ്റേ ചാടുന്ന നമ്മുടെ സ്ലോ മോഷൻ ബട്ടണിൽ നിൽക്കിയാൽ മതി. ആ റോക്കറ്റൊക്കെ പോകും. ഞാൻ കാണിച്ചു തരാം. അയ്യോ ഇതൊന്നും നേരെ വെക്കട്ടെ ഗൈസ്. നിൽക്കാൻ പോവാണ്. 3, 2, 1 തോണ്ട ഫോണ്. പക്ഷെ പൊട്ടണ കണ്ടില്ല. എനിക്ക് പൊട്ടണ കണ്ടാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒന്നുകൂടി വിടാം. എന്തോ പോയി താഴെ എത്തിയിട്ട് പോലും പൊട്ടിയതില്ല സാധനം. റിട്ടേൺ അടിച്ചതാ. അപ്പ് കൊള്ളാം സൂപ്പർ. അത് താഴോട്ട് പോയി. അയ്യോ അത് പൊട്ടി കേട്ടോ. എൻ്റെ ഡിഫൻഡറിൽ പോയി പൊട്ടി. അപ്പോൾ ഗൈസ് അടുത്ത നമ്മുടെ കാണിക്കാം. അപ്പോൾ ഇതെന്തിരെന്ന് വെച്ചാൽ നമ്മുടെ പണ്ടത്തെ ഇന്ത്യൻ ബൈക്കിൽ ഒരു ചെറിയ ബഗ് ഉണ്ടായിരുന്നു. നമ്മൾ ട്രെയിനിന് മുന്നിൽ നമ്മുടെ ക്യാരക്ടർ ചാടിയാലും ഒഴുകി വന്ന് വീഴുന്ന ഇത്. പക്ഷേ ഇതിപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ മാറിയിട്ടുണ്ട്. കണ്ട ഇപ്പോൾ വന്ന് വീഴത്തില്ല. നമുക്ക് എത്ര വേണമെങ്കിലും മുന്നിലോട്ട് നടക്കും, ഒരു പ്രശ്നമില്ല. മറ്റേ ആണെങ്കിൽ അന്നൊന്ന് കാല് തൊട്ടാൽ മതി, അപ്പം തന്നെ ക്യാരക്ടർ തെന്നിയടിച്ച് വന്ന് വീഴും. പക്ഷെ ഇതങ്ങ് മാറി ഈ അപ്ഡേറ്റിലൂടെ. കണ്ട നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, ഇങ്ങോട്ടും ഓടിയൊക്കെ നടക്കാനൊക്കെ പറ്റും. കണ്ട ഓടിയൊക്കെ അളകാൻ പറ്റും. മറ്റത് അങ്ങനെയും പറ്റത്തില്ലായിരുന്നു. ഇപ്പം ഞാൻ ഇവിടെ ഈ ഒരു സൈഡിൽ നിന്നിട്ട് ഞാൻ ഒന്ന് ട്രെയിൻ മൂവ് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. കണ്ട ഗൈസ്. പക്ഷെ വേറൊരു ബഗ് എന്തെന്ന് വെച്ചാൽ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ എങ്ങനെയായിട്ട് ഷേക്കാവും. അത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇപ്പം ഫ്രണ്ട് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ പ്ലെയറുടെ കണ്ണിൽ കൂടെ കാണുന്നത്. ഞാൻ റാവണിലെ ജീവനായി ഗൈസ്. അയ്യോ ഇതെന്തൊരു പോസ്. എനിക്കൊരു ഞാൻ എന്തിനു കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ.